ഒരു വീടിന്റെ സ്റ്റെയർ കേസ് ശരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത് രണ്ട് രീതിയിലാണ്. ശരിക്കും കുറച്ച് വലിയ സ്ക്വയർ ഫീറ്റ് വീടുകളൊക്കെ ആണെങ്കിൽ, ആർക്കിടെക്റ്റ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ അതിൽ സ്റ്റാർട്ടിങ് മുതലേ എല്ലാ രീതിയിലുള്ള പ്ലാനിങ്സും ഉണ്ടാവും, സ്റ്റെയർ കേസിന്റെ കാര്യത്തിലും ഹാൻഡ് റെയിലിന്റെ കാര്യത്തിലൊക്കെ. പക്ഷെ ഒരു നോർമൽ ബഡ്ജറ്റിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ഒരിക്കലും സ്റ്റെയർ കേസ് സ്റ്റാർട്ടിങ്ങിലെ പ്ലാൻ ചെയ്യില്ല. അവർ കോൺക്രീറ്റിന്റെ ആ സമയത്താണ് നമുക്ക് മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യാലോ എന്ന് ആലോചിക്കുന്നത്. ശരിക്കും നിങ്ങൾ സ്റ്റാർട്ടിങ്ങിലെ പ്ലാൻ ചെയ്യണം. അങ്ങനെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരുവിധം നിങ്ങൾക്ക് ബെനിഫിറ്റുകളൊക്കെ കിട്ടും. ഈ ഒരു സ്റ്റെയർ കേസിന്റെ പ്രോബ്ലം നിങ്ങൾ നോക്കിയേ. ഇത് നമ്മൾ റീവർക്കിന് വേണ്ടി വന്നതാണ്. ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ കേസിന് നിങ്ങൾ സമീപിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് മിസ്റ്റേക്കുകൾ നിങ്ങൾക്ക് അതിൽ കാണാം. ഇതിപ്പോൾ ഫൈനൽ ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പിന്റെ ലെവലാണ്. ഇത് നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ടോപ്പ് ടൈല് ഗ്രാനൈറ്റ് ചെയ്ത സമയത്ത് അതിൻ്റെ ലെവലിലാണ് ഇത് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അത് മെയിൻ മിസ്റ്റേക്കാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു മെയിൻ മിസ്റ്റേക്കാണ്. അത് ചെയ്ത ആളുകളുടെ എക്സ്പീരിയൻസ് കുറവാണ്, അല്ലെങ്കിൽ ലോ ബഡ്ജറ്റ് നോക്കി പോകുന്ന സമയത്ത് ഉണ്ടാവുന്ന മിസ്റ്റേക്കാണ്. രണ്ടും ആവാം. ഒന്ന്, നമ്മൾ ഒരു ലോ ബഡ്ജറ്റ് സ്റ്റെയർ സെലക്ട് ചെയ്യുമ്പോൾ അവർ അതിൽ എക്സ്പീരിയൻസ് ആവില്ല. അങ്ങനെയുള്ള ഒരു പ്രോബ്ലം കൊണ്ടും ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ശരിക്കും സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഹൈറ്റ് കറക്റ്റ് എടുത്തിട്ട് അതിൻ്റെ റേസർ എത്ര വരും, ത്രെഡ് എത്ര വരും എന്നുള്ളതൊക്കെ നിങ്ങൾ കറക്റ്റ് അന്വേഷിച്ചിട്ട് വേണം ഈ ഒരു സ്റ്റെയർ കേസ് ചെയ്യാൻ. മാത്രമല്ല അവർ ചെയ്ത വർക്കുകൾ നിങ്ങൾ കണ്ടിട്ടും കൂടി വേണം നിങ്ങൾ ഒരു ടീമിനെ കോൺട്രാക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അത്തരത്തിൽ നമ്മൾ മറ്റൊരു ടീം ചെയ്ത ഒരു മിസ്റ്റേക്ക് ഞങ്ങൾ റീവർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്. റീവർക്ക് ചെയ്യാൻ മാത്രമായിട്ട് പോയതല്ല, ഇതിനകത്ത് സ്റ്റെയർ കേസിനകത്ത് ഗ്ലാസ് ഹാൻഡ് റെയിലും അതുപോലെ സ്റ്റെപ്പിനകത്ത് വുഡും ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് എടുത്തിട്ടുള്ളത്. അത്തരത്തിൽ ഞങ്ങൾ ഈ പ്രൊജക്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ നേരത്തെ കണ്ട പോലെ ടോപ്പ് ലെവല് ഗ്രാനൈറ്റിൻ്റെ അതേ ലെവലിലാണ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ മെഷർമെൻറ്റ് അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വുഡ് ഇടുന്ന സമയത്ത് ഈ ഒരു ലെവലിലാണ് ഇപ്പോൾ അവർ പ്ലേറ്റ് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ലാസ്റ്റ് പ്ലേറ്റ്. അപ്പോൾ അത് നമ്മളിപ്പോൾ കട്ട് ചെയ്തു. ആ ലെവലിൽ പ്ലേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വുഡ് ഇടുന്ന സമയത്ത് ഫ്ലോർ ലെവലിനേക്കാളും ഹൈറ്റിൽ വരും വുഡ്. അപ്പോൾ ആ ഒരു ഭാഗം മാത്രം. ഇതിൽ ടോട്ടലി 7ഓളം മിസ്റ്റേക്സ് ഈ സ്റ്റെയറിലുണ്ട്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ഇവിടെ കണക്ഷൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. കണക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്യാപ്പിൽ ഇവർ ഹാൻഡ് റെയിലും കൂടെ ചെയ്യണം. അപ്പോൾ അവിടെ ബഡ്ജറ്റും കൂടുകയാണ് കേട്ടോ. ബഡ്ജറ്റും കൂടുന്നുണ്ട് ഹാൻഡ് റെയിൽ അത്ര ഏരിയ വരുന്ന സമയത്ത്. പിന്നെ മൂന്നാമത്തെ ഒരു മിസ്റ്റേക്ക് ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്നത്, ഇവിടെ ഈ പ്ലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങൾ കണ്ടില്ലേ, 10 mm തിക്നെസ്സുള്ള പ്ലേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസിന് കൊടുക്കേണ്ട തിക്നെസ്സാണ് 10 mm തിക്നെസ്. ഇതിൻ്റെ പ്ലേറ്റിൻ്റെ സൈസും ഓക്കെയാണ്. പക്ഷേ ഇത് ഇവർ അലൈൻമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒരു ഭാഗത്തോട്ട് കുറച്ച് കൂടുതലാണ്. അതായത് ചുമര് സൈഡിലോട്ട് ടച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്റ്റെയർ കേസിൻ്റെ ടോട്ടൽ ലെങ്ത്ത് 100 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇത് 50 സെൻറ്റിമീറ്ററിലാണ്, പകുതിയിലാണ് വെക്കേണ്ടത്. പക്ഷേ ഇവർ മാക്സിമം ചുമരിനകത്തായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട്. അടുത്തൊരു മിസ്റ്റേക്ക് ഇവിടെ വരുന്നത് ഇതിൻ്റെ റൈസറുകളാണ്. റൈസർ എന്ന് പറയുമ്പോൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റിൽ ചെറിയ ചെറിയ വേരിയേഷൻസ് എല്ലാ സ്റ്റെപ്പിലും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു മിസ്റ്റേക്ക്, ഇവർ ഈ ചുമര് സൈഡിൽ ടച്ച് ചെയ്ത് വെക്കാനുള്ള ഒരു കാരണം ഒക്കെ വന്നതിൻ്റെ മെയിൻ കാരണം, ഈ ഒരു ട്യൂബ് കണ്ടില്ലേ നിങ്ങൾ, അതിൻ്റെ തിക്നെസ് നോക്കിയേ, വളരെ ചെറിയ തിക്നെസ്, 2 mm തിക്നെസ് മാത്രമേ ഇവർ ഈ സ്റ്റെയർ കേസിന് കൊടുത്തിട്ടുള്ളൂ. MS ട്യൂബ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 6x6 സൈസാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് കറക്റ്റാണ്. ഇത്തരത്തിലുള്ള സിംഗിൾ സ്ട്രിങ് സ്റ്റെയർ കേസിന് നമുക്ക് ആ ഒരു സൈസ് ഓക്കെയാണ്. പക്ഷേ തിക്നെസ് കുറവായി പോയി. ഇത് നേരെ മറിച്ച് ഈ ചുമര് സൈഡിൽ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ള ആയിരുന്നെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഹാൻഡ് റെയിൽ നമുക്ക് ഒഴിവാക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 10-25,000 രൂപ കോസ്റ്റ് അവിടെ കട്ടാവുമായിരുന്നു. ഇപ്പോൾ നമുക്ക് അവിടെ ഹാൻഡ് റെയിൽ കൊടുക്കൽ നിർബന്ധമായി മാറിയിരിക്കുകയാണ്, അവിടെ സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കാരണം. അപ്പോൾ നിങ്ങൾ സ്റ്റെയർ കേസ്, ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ സ്റ്റെയർ കേസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു മെറ്റൽ സ്റ്റെയർ കേസാണ് നിങ്ങൾ പ്ലാൻ ചെയ്തെങ്കിൽ ഒരു പ്രൊഫഷണൽ ടീമിനെ നിങ്ങൾ കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ അടുത്തൊരു മിസ്റ്റേക്കും ഭയങ്കര വൃത്തികേടായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു രീതിയിൽ എനിക്ക് തോന്നിയതാണ്. ഈ ബെഡ്റൂമിനകത്ത് നോക്കിയാൽ നിങ്ങൾ, ഈ കബോർഡിൻ്റെ ഭാഗത്ത് ഒരു പില്ലർ കൊടുത്തിട്ടുണ്ട്, മെറ്റലിൻ്റെ പില്ലർ. അതായത് ഇത്രയും ഒരു നല്ലൊരു ബെഡ്റൂം ചെയ്ത് അതിൻ്റെ ഒരു കബോർഡിനകത്ത് ഇത്രയും ഈ ഒരു ഭാഗം ഇത്രയും സൈസിൽ ഏകദേശം 6 ഇഞ്ചോളം ഇതിൽ പില്ലർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൊടുക്കാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് സ്റ്റെയർ കേസിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാൽ അറിയാം, ലാൻഡിങ്ങിൻ്റെ കണക്ഷനാണ്. അപ്പോൾ ഇവിടെ കബോർഡ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ഒരു വാള് ടോട്ടൽ നമുക്ക് 8 ഇഞ്ചാണല്ലോ വാള് വരിക. അതിൽ 6 ഇഞ്ചും കബോർഡിൻ്റെ ആ സ്പേസ് പോയതുകൊണ്ട് ബാക്കി 2 ഇഞ്ച് മാത്രമേ ഉള്ളൂ. അവിടെ തിക്നെസ് കുറവായതുകൊണ്ട് അതിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് ഓപ്പോസിറ്റ് പില്ലർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ അങ്ങനെ പില്ലർ കൊടുക്കുമ്പോൾ ആ ബെഡ്റൂമിൻ്റെ ആ കബോർഡിൻ്റെ ഷോയും അതൊക്കെ നഷ്ടപ്പെട്ടു.
അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ നിങ്ങൾ ഫസ്റ്റ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഇത്തരത്തിലുള്ള ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് പ്ലാനിങ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ ടീമിനുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവരുടെ ഒരു കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു വർക്കിന് മുന്നോട്ട് പോവുള്ളൂ. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ള, ഇപ്പോൾ ഒരു ലോക്കലി ഒരു ടീമിനെ നിങ്ങൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവർ തരുന്ന ഒരു പ്രൈസും ഒരു പ്രൊഫഷണൽ ടീം തരുന്ന പ്രൈസും ചെറിയ മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടായേക്കാം. പക്ഷേ അത് നിങ്ങളുടെ അതിൽ സ്പെസിഫിക്കേഷനും കാര്യങ്ങളിലും മാറ്റം ഉണ്ടാവും, വർക്കിൻ്റെ ക്വാളിറ്റിയിലും മാറ്റം ഉണ്ടാവും എന്നുള്ളത് മാത്രം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് അതായിരിക്കും എപ്പോഴും ബെനിഫിറ്റ് ആയിട്ടുണ്ടാവുക. ഇപ്പം നമ്മളിവിടെ റീവർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം ഇതിൻ്റെ ഹൈറ്റ് നമ്മൾ ഒരുവിധം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വുഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലോറിൻ്റെ ലെവലായിട്ട് കിട്ടും. നമ്മൾ ഏകദേശം 1.25 ഇഞ്ച് വുഡാണ് ഇതിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവലിൽ നമ്മൾ ഇനി വുഡ് ചെയ്തെടുക്കും. നേരത്തെ ഈ ഒരു ഫ്ലോറിൻ്റെ ലെവലാണ് ഈ പ്ലേറ്റുകൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പ്രോബ്ലം മാത്രം നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രോബ്ലം എല്ലാം നമുക്ക് ക്ലിയർ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഇവിടുത്തെ ലെവൽ നോക്കിയേ, ഏകദേശം ഒരു 1.5 ഇഞ്ചിൻ്റെ അടുത്ത് ഇവിടെ നമുക്ക് വുഡ് ഇട്ട് ലെവൽ ചെയ്യാനുള്ള ആ ഒരു ഡിസ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ തേർഡ് ഫ്ലൈറ്റ് ഇപ്പോൾ നമ്മൾ ഈ കട്ട് ചെയ്തെടുത്ത ഈ ഒരു ഫ്ലൈറ്റിൽ മാത്രമേ നമുക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ബാക്കിയുള്ളതെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു പുതിയ സ്റ്റെയർ കേസ് ചെയ്യുന്ന അത്രയും വർക്ക് ഇതിൽ വരും. അതുകൊണ്ട് നമ്മൾ ഈ ലാസ്റ്റ് മാത്രം ചെയ്തെടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള ഇനി മെറ്റലിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടെങ്കിലും അത് നമ്മൾ ഇനി ക്ലിയർ ചെയ്യാൻ പോകുന്നത് വുഡ് പാനൽ ചെയ്തിട്ടാണ്. സ്റ്റെയർ കേസിൽ സ്റ്റെപ്പിൽ നമ്മൾ വുഡ് പാനലിംഗ് ആണ് ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ടോപ്പിലും ബോട്ടത്തിലും എല്ലാം ഫുൾ കവറിങ് ആയിട്ടുള്ള രീതിയിൽ. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തതിന് ശേഷം നമ്മളെ യൂട്യൂബ് ചാനലുണ്ടാവും, നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ സ്റ്റെയർ കേസിലെ ഹാൻഡ് റെയിൽ ഗ്ലാസ് ഹാൻഡ് റെയിലാണ്, ടഫൻഡ് ഗ്ലാസ് ഹാൻഡ് റെയിലാണ്, സൈഡിലൂടെ കൊടുക്കുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അപ്പോൾ ടോട്ടലി ഇനി ഇത് വുഡ് പാനലിങ്ങും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ കാണും, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ